കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി IPL-നൊപ്പം സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ എന്ന മട്ടിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് മുൻ IPL ചെയർമാൻ ലളിത് മോഡിയുടെ വെളിപ്പെടുത്തലുകൾ. IPL നടക്കുന്ന സമയത്തും അതിനുശേഷവും കഴിഞ്ഞ ദിവസവുമെല്ലാം അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ വാർത്തയായിട്ടുണ്ട്. ഇപ്പോഴും വാർത്തയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കുറി നമുക്ക് ലളിത് മോഡിയിലേക്കും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോഴും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇങ്ങനെ ഇടം പിടിച്ചു നിൽക്കുന്നതെന്നും ഒന്ന് നോക്കാമെന്ന് തോന്നുന്നു. ലളിത് കുമാർ മോഡി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപ്ലവമായ IPL-ന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിനായിരുന്നു ലളിത് മോഡി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ സ്ഥാപകനും അതുപോലെ തന്നെ ആദ്യത്തെ ചെയർമാനും ലീഗ് കമ്മീഷണറുമായിരുന്നു അദ്ദേഹം. 2010 വരെ ഏതാണ്ട് 3 വർഷം ടൂർണമെൻറ്റ് നടത്തിപ്പിലെ മുഖ്യ കാർമ്മികനായിരുന്നു അദ്ദേഹം. 2008 മുതൽ 2010 വരെ ചാമ്പ്യൻസ് ലീഗ് ക്രിക്കറ്റിൻ്റെ ചെയർമാനായും 2005 മുതൽ 2010 വരെ BCCIയുടെ വൈസ് പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2005 മുതൽ 2009 വരെയും പിന്നീട് 2014 മുതൽ 2015 വരെയും രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റായും 2004 മുതൽ 2012 വരെ പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ IPL 2010 അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ലളിത് മോഡി എന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ ആ കാലത്തെ ഏറ്റവും വലിയ അധികായന് പതനം ആരംഭിക്കുന്നത്. ആ IPL-ന് ശേഷം മോശം പെരുമാറ്റം, അച്ചടക്കമില്ലായ്മ, സാമ്പത്തിക ക്രമക്കേടുകൾ എന്നീ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് മോഡിയെ BCCIയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു. BCCI അദ്ദേഹത്തിനെതിരെ അന്വേഷണം ആരംഭിക്കുന്നു. ഈ ആരോപണങ്ങളിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഒരു കമ്മിറ്റി കണ്ടെത്തിയതിനെ തുടർന്ന് 2013 അദ്ദേഹത്തെ ആജീവനാന്തം വിലക്കുന്നു. സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED അദ്ദേഹത്തിനെതിരെ അന്വേഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ലണ്ടനിലേക്ക് പലായനം ചെയ്യുകയും പിന്നീട് പിടികിട്ടാപ്പുള്ളിയായി ഇന്ത്യയിൽ മുദ്ര കുത്തപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇവിടെ നിന്നും ലണ്ടനിലേക്ക് ചേക്കേറും മുമ്പ് നമുക്കറിയാം BCCIയുടെ വാണിജ്യ മേഖലയിൽ ലളിത് മോഡിക്ക് ഉണ്ടായിരുന്ന ആ ഒരു വലിയ പങ്ക്. 2005-നും 2008-നും ഇടയിൽ BCCIയുടെ വരുമാനം 7 മടങ്ങ് വർദ്ധിച്ച് $1 ബില്യൺ എത്തിയത് ലളിത് മോഡിയുടെ കാലത്താണ്. 2008-ൽ 2020 ക്രിക്കറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ IPL ആരംഭിക്കുന്നതിൽ ലളിത് മോഡി എന്ന പേര് ഏതാണ്ട് BCCIയുടെ തന്നെ പര്യായ പദം എന്ന രൂപത്തിൽ തന്നെ വളർന്നിരുന്നു. 2009-ൽ IPL ടൂർണമെൻറ്റിൻ്റെ തീയതികൾ നമുക്കറിയാം ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്ലാഷ് ആയപ്പോൾ IPL ഇവിടെ വേണ്ട, ഇന്ത്യയിൽ ഞങ്ങൾ നടത്തുന്നില്ല, അങ്ങ് ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് IPL സൗത്ത് ആഫ്രിക്കയിൽ നടത്തിയതിന് നേതൃത്വം നൽകിയതും ഇതേ ലളിത് മോഡിയായിരുന്നു. 2010-ൽ നമ്മുടെ കേരളത്തിലെ കൊച്ചി ടസ്കേഴ്സ് കേരള എന്ന IPL ടീം ആ ഫ്രാഞ്ചൈസിക്ക് ബിഡ് നൽകിയതുമായ വിവാദവും അന്നത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയായ ശശി തരൂറുമായുള്ള വിവാദവുമൊക്കെ ആ സമയത്ത് വലിയ രീതിയിൽ തന്നെ വാർത്താ പ്രാധാന്യം ലഭിച്ചതായിരുന്നു. 2010 ഏപ്രിൽ 16-ന് കൊച്ചി ഫ്രാഞ്ചൈസിയുടെ അതായത് ടസ്കേഴ്സിൻ്റെ പ്രതിനിധികൾ ലളിത് മോഡി ഫ്രാഞ്ചൈസി ഉപേക്ഷിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്ന് BCCIയോട് പരാതിപ്പെടുന്നു. ആ വർഷം ഏപ്രിൽ 24-ന് BCCI ലേലത്തിൽ കൃത്രിമം കാണിക്കൽ, സുഹൃത്തുക്കൾക്ക് കരാറുകൾ ഇങ്ങനെ വഴിവിട്ട് നൽകൽ, ഒരു സംപ്രേഷണ കരാറിൽ കൈക്കൂലി സ്വീകരിച്ചു, തൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഫ്രാഞ്ചൈസികൾ വിറ്റു, വാതുവയ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയുൾപ്പെടെ 22 കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. സസ്പെൻഷന് തൊട്ടു പിന്നാലെയാണ് മോഡി ലണ്ടനിലേക്ക് പറക്കുന്നത്. ഇന്ത്യ വിജയ് മല്യയെപ്പോലെ പിടികുട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തെ പിന്നീട്. അതിനുശേഷം വിവിധ കാലങ്ങളിലായി നിരവധി വെളിപ്പെടുത്തലുകളും അതുപോലെ തന്നെ തുറന്നു പറച്ചിലുകളും അങ്ങ് ലണ്ടനിൽ വെച്ച് അദ്ദേഹം നടത്തിയിട്ടുണ്ട്, പല പോഡ്കാസ്റ്റുകളിലും വെച്ച്. IPL-നിടെയുണ്ടായ വിവാദങ്ങളിൽ പലതും മുൻകൂട്ടി തിരക്കഥ തയ്യാറാക്കിയവയാണെന്നും വ്യൂവർഷിപ്പ് റേറ്റിംഗ് കുറയുമ്പോൾ IPL മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള വിവാദപരമായ വാർത്തകൾ ഉണ്ടാക്കി മാധ്യമങ്ങൾക്ക് നൽകുമായിരുന്നു എന്നുമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വെളിപ്പെടുത്തൽ. IPL സീസണിനിടെ സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റനായിരുന്ന ഒരു താരം, അതായത് ക്വിൻ്റൺ ഡി കോക്ക്, അതുപോലെ തന്നെ ചിയർ ലീഡറായ ഒരു യുവതിയുമായുള്ള ബന്ധം പുറത്തു വന്നതിന് പിന്നിൽ താനാണെന്നും അത് ടൂർണമെൻറ്റിൻ്റെ റേറ്റിംഗ് ഉയർത്തിയെന്നും ലളിത് മോഡി ഈ ഒരു പോഡ്കാസ്റ്റിൽ വെളിപ്പെടുത്തുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റനായിരുന്ന ഒരു താരവും ചിയർ ലീഡറുമായി ബന്ധമുണ്ടായിരുന്നു. എനിക്ക് ഇതിനെപ്പറ്റി വിവരം ലഭിച്ചു. ഈ വിവരം ഞാൻ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി. ഞങ്ങൾക്കൊരു വിവാദം ആ സമയത്ത് വേണമായിരുന്നു എന്നാണ് ലളിത് മോഡി ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നീട് ചിയർ ലീഡറെ ആ താരം ക്വിൻ്റൺ ഡി കോക്ക് വിവാഹം ചെയ്തെങ്കിലും അത് തങ്ങളുടെ തിരക്കഥയിൽ ഇല്ലായിരുന്നെന്നും ലളിത് മോഡി ഈ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. വാർത്ത പുറത്തുവിടാൻ മാത്രമായിരുന്നു ഞങ്ങളുടെ തിരക്കഥ, വിവാഹം ഞങ്ങളുടെ പദ്ധതിയേ അല്ലായിരുന്നു. ഇതോടെ എല്ലാവരുടെയും ശ്രദ്ധ വീണ്ടും IPL-ലേക്ക് തിരിഞ്ഞു, റേറ്റിംഗ് കുതിച്ചുയർന്നു. ഇത്തരം വിവാദങ്ങളിൽ IPL-ൻ്റെയും റേറ്റിംഗ് കൂട്ടുന്നുണ്ട് എന്നാണ് ലളിത് മോഡി ഈ ഒരു അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അതായത് സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പറും ക്യാപ്റ്റനും ഒക്കെയായിരുന്നു ക്വിൻ്റൺ ഡി കോക്കും ചിയർ ഗേളായിരുന്ന സാഷ ഹർലിയും തമ്മിലുള്ള ബന്ധത്തെയാണ് ലളിത് മോഡി ഈ ഒരു രൂപത്തിൽ പേരെങ്ങനെ വെളിപ്പെടുത്താതെ സൂചിപ്പിച്ചത്. ഇതിനൊപ്പം നടി സുഷ്മിത സെൻ, നമുക്കറിയാം മുൻ വിശ്വസുന്ദരിയാണ്. സുഷ്മിത സെന്നുമായി
സുഷ്മിതയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ചും ഈ പുതിയ വെളിപ്പെടുത്തലുമായി ലളിത് മോഡി കഴിഞ്ഞ ദിവസം എത്തുകയുണ്ടായി. സുഷ്മിത സെന്നുമായുള്ള ബന്ധം നമുക്കറിയാം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് വലിയ വാർത്തയായിരുന്നു. സുഷ്മിതയുമായുള്ള ബന്ധം തുറന്നു പറഞ്ഞതിന് പിന്നാലെ വന്ന വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. ശതകോടീശ്വരനായ ലളിത് മോഡിയുമായി ബന്ധം സുഷ്മിത സ്ഥാപിച്ചത് പണം മോഹിച്ചാണെന്ന വിമർശനമാണ് പലപ്പോഴും ഈ സമയത്തടക്കം ആ സമയത്തും ഒക്കെയും സുഷ്മിതയ്ക്കെതിരെ ഉയർന്നു വന്നിരുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് ലളിത് മോഡി പറഞ്ഞത് ഇങ്ങനെയാണ്: സുഷ്മിത സെൻ എനിക്ക് വളരെ സ്പെഷ്യലായിരുന്നു. ഇന്നത്തെ എന്നെ രൂപപ്പെടുത്തിയതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. ആ സമയത്ത് അവർ എൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു. എൻ്റെ ജീവിതം ലണ്ടനിലും അവളുടേത് ഇന്ത്യയിലുമായിരുന്നതിനാൽ ഈ ദൂരക്കൂടുതൽ ഒരു തടസ്സമായിരുന്നു. എങ്കിലും അതൊരു സവിശേഷമായ ബന്ധമായിരുന്നു. സുഷ്മിത സെന്നെ ഗോൾഡ് ഡിഗർ അഥവാ പണത്തോട് ആർത്തിയുള്ളവൾ എന്ന് ചിലരെങ്കിലും വിളിച്ച് പരിഹസിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പരിഹസിച്ചവർക്ക് അവർ നൽകിയ മറുപടിയെക്കുറിച്ചും ലളിത് മോഡി പ്രതികരിക്കുകയുണ്ടായി. സുഷ്മിത വളരെ സുന്ദരിയും സാമ്പത്തികമായി വളരെ നല്ല നിലയിലുള്ളതുമായ ഒരു സ്ത്രീയാണ്. ഈ ഭൂമിയിൽ എനിക്കറിയാവുന്ന മറ്റാരെക്കാളും കൂടുതൽ വജ്രങ്ങൾ ഈ സുഷ്മിതയുടെ പക്കലുണ്ട്. അവൾ വളരെ സമ്പന്നയായ ഒരു സ്ത്രീയാണ്. ഞാൻ അവളോടൊപ്പം പുറത്തുപോയ ഒരു കാലമുണ്ടായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് ഒന്നിനും പണം നൽകേണ്ടി വന്നിട്ടില്ല. അവളായിരുന്നു എല്ലാത്തിൻ്റെയും പണം നൽകിയിരുന്നത്. ഞാനൊരു കെപ്റ്റ് ബോയ് ഫ്രണ്ട് അഥവാ മറ്റൊരാളുടെ ചെലവിൽ കഴിയുന്ന കാമുകനെ പോലെയായിരുന്നു ആ സമയത്ത് സുഷ്മിതയ്ക്കൊപ്പം കഴിഞ്ഞത്. അതുകൊണ്ട് ആളുകൾ അവളെ ഗോൾഡ് ഡിഗർ എന്ന് വിളിച്ചത് തികച്ചും തെറ്റാണ് എന്നാണ് ലളിത് മോഡിയുടെ സുഷ്മിത സെന്നിനെ കുറിച്ചുള്ള വാക്കുകൾ. ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ പൊളിച്ച് പൂർണ്ണമായും പുനർനിർമ്മിക്കണം എന്ന വാദവുമായും ഇടയ്ക്ക് ലളിത് മോഡി രംഗത്തെത്തിയിരുന്നു. അതായത് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തെ പോലും ഈ സമഗ്രമായ പൊളിച്ചു പണിയലിൽ നിന്നും ഒഴിവാക്കരുത് എന്നായിരുന്നു ലളിത് മോദിയുടെ ഇടക്കാലത്തുള്ള വാദം. ഇടയ്ക്ക് ലണ്ടനിൽ വെച്ച് മറ്റൊരു പിടികിട്ടാപ്പുള്ളിയായ വിജയ് മല്യ, RCBയുടെ മുൻ മുതലാളിയായ വിജയ് മല്യയുടെ പിറന്നാൾ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ട് പിടികിട്ടാപ്പുള്ളികൾ ഒന്നിക്കുന്നു എന്ന തരത്തിൽ ഇന്ത്യയെ കളിയാക്കിയുള്ള ഈ ലളിത് മോഡിയുടെ പരാമർശങ്ങളും വിവാദമായിരുന്നു. ക്രിക്കറ്റ് വലുതായി ഇഷ്ടമല്ലാതിരുന്ന ഷാറൂഖ് ഖാനെ കൊണ്ട് KKR വാങ്ങിപ്പിച്ചതിനെക്കുറിച്ചും മോഡി ഈ അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട്. ഷാറൂഖ് ഖാന് ക്രിക്കറ്റ് അത്ര ഇഷ്ടമായിരുന്നില്ല, ക്രിക്കറ്റിനെ പറ്റി അത്ര ധാരണയൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം ഒരു ഫുട്ബോൾ ആരാധകനാണ്. അന്നൊരു ടീം, അതായത് 2008 ഒരു ടീം സ്വന്തമാക്കാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് ക്രിക്കറ്റിനെ കുറിച്ച് യാതൊന്നും അറിയില്ലെന്നായിരുന്നു ഷാറൂഖിൻ്റെ മറുപടി. ലളിത് മോഡി പറഞ്ഞത് ഇങ്ങനെയാണ്, ഓർമ്മിച്ചത് ഇങ്ങനെയാണ്: ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം, ടീം കിട്ടിയാൽ നിങ്ങൾക്ക് വേണ്ട സിസ്റ്റം ഞാൻ ഉണ്ടാക്കി തരാം എന്ന് ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് നൽകി. ഇതിന് എത്ര രൂപയാകുമെന്ന് ഷാറൂഖ് ഖാൻ എന്നോട് ചോദിച്ചു. 20 കോടി രൂപ, അതായത് $5 ദശലക്ഷം ഡൗൺ പേയ്മെൻറ്റ് നൽകണമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അത് തൻ്റെ ബാങ്ക് സമ്പാദ്യത്തിൻ്റെ വലിയൊരു ഭാഗമാണെന്നായിരുന്നു ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞത്. ഫ്രാഞ്ചൈസി ഉടമകൾക്ക് പണം നഷ്ടപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അക്കാലത്ത് മൊബൈൽ ഫോൺ കമ്പനിയിലെ ഭീമന്മാരായ നോക്കിയയ്ക്ക് തങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായി ഷാറൂഖ് ഖാനെ കിട്ടാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഷാറൂഖിന് അവരുമായി സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ എനിക്കും കഴിയുമായിരുന്നില്ല. എന്നാൽ ഈ കാര്യം എനിക്ക് അറിയാമായിരുന്നു താരം, കാരണം നോക്കിയയ്ക്ക് ഷാറൂഖിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന കാര്യം. ഞാൻ ആ സമയത്ത് നോക്കിയയോട് ഒരു കാര്യം ചോദിക്കുകയുണ്ടായി: ഷാറൂഖ് ഒരു ടീമിനെ സ്വന്തമാക്കിയാൽ, IPL ഒരു ടീമിനെ സ്വന്തമാക്കിയാൽ ആ ടീമിൻ്റെ ജേഴ്സിയുടെ മുൻഭാഗത്ത് നിങ്ങളുടെ പേര് ഇങ്ങനെ സ്പോൺസർ എന്ന രൂപത്തിൽ അച്ചടിക്കുന്നതിൽ അല്ലെങ്കിൽ ആലേഖനം ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? ഷാരൂഖ് നിങ്ങളുടെ പേരെഴുതിയ ടീഷർട്ടും തൊപ്പിയും ധരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകാം. ഇതിനായി $5 ദശലക്ഷം നിങ്ങൾ മുൻകൂറായി നൽകുമോ എന്ന് നോക്കിയയോട് ഞാൻ ചോദിക്കുകയുണ്ടായി. അതായത് നോക്കിയ എന്ന കമ്പനിയും ഒരു ഡീലിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയായിരുന്നു ആ സമയത്ത് ലളിത് മോഡി. നോക്കിയ അത് സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് വൈകുന്നേരത്തോടെ തന്നെ KKRനെ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സ്പോൺസർ ചെയ്യാനുള്ള ചെക്ക് നോക്കിയ കൈമാറുന്നു. ഷാറൂഖിനും നോക്കിയയ്ക്കും ഇതൊരു വലിയ നേട്ടമായി മാറുന്നു. ഇതായിരുന്നു മോഡിയുടെ KKR വാങ്ങാനുള്ള ഷാറൂഖ് ഖാൻ്റെ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഡീൽ ഇങ്ങനെയാണ് നടന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. വർഷങ്ങളായി സൂക്ഷിച്ചു വെച്ചിരുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിവാദമായ ഹർഭജൻ സിംഗ് ശാന്തകുമാരൻ ശ്രീശാന്ത്, നമ്മുടെ സ്വന്തം ശ്രീശാന്ത് പോരിൻ്റെ ഇതുവരെ ആരും കാണാത്ത ആംഗിളിൽ നിന്നുള്ള വിഷ്വൽ പുറത്തുവിട്ടതും ഈയിടെ ലളിത് മോഡി തന്നെയായിരുന്നു. അതും ആ സമയത്ത് വാർത്തയായിരുന്നു. ഓസ്ട്രേലിയൻ മുൻ താരം, മുൻ ക്യാപ്റ്റനായിരുന്ന മൈക്കിൾ ക്ലാർക്കിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ലളിത് മോഡി വർഷങ്ങളായി സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു ശ്രീശാന്തിനെ ഹർഭജൻ സിംഗ് അടിക്കുന്ന ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. 2008 ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരമായ ക്രിസ് കെയ്ൻസ് ഒത്തുകളിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം 2010 വെളിപ്പെടുത്തിയിരുന്നു ലളിത് മോഡി. എന്നാൽ 2012 മാർച്ചിൽ തെറ്റായ പ്രസ്താവനകൾ തനിക്കെതിരെ നടത്തിയതിന് ക്രിസ് ഗെയ്ൻസ് ലളിത് മോഡിക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും ഏതാണ്ട് $10 ലക്ഷത്തോളം നഷ്ടപരിഹാരം അദ്ദേഹത്തിൽ നിന്നും നേടുകയും ചെയ്ത ചരിത്രമുണ്ട്. അപ്പോൾ ലളിത് മോഡിയുടെ വെളിപ്പെടുത്തലുകൾ വീണ്ടും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വ്യാപകമാവുകയാണ്. ആ സമയത്ത് ലളിത് മോഡിയെക്കുറിച്ചും നമുക്ക് ഓർക്കാമെന്ന് തോന്നുന്നു.